ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡ്രാമയുടെ റിവ്യൂ വന്നിട്ട് നോ ടെയിൽ ടു ടെൽ എന്ന് പറയുന്ന ഒരു കൊറിയൻ ഫാൻറ്റസി ഡ്രാമയാണ്. ഇതിൻ്റെ 2 എപ്പിസോഡുകൾ മാത്രമേ ഇപ്പോൾ റിലീസായിട്ടുള്ളൂ. 2 എപ്പിസോഡ് ആയപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലോട്ടാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫോക്സ് ആയ പെൺകുട്ടിയും ഒരു ഹ്യൂമനായ പയ്യനും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ്. മനുഷ്യനായി മാറാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. അതോടൊപ്പം വളരെ വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമനായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയ ഒരു പയ്യനും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ്. പിന്നെ ഇവൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോൾ അങ്ങോട്ട് തെറിച്ച് പോകുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ് ആ ബോൾ പോകുന്നത്. ആ പെൺകുട്ടിയാണ് ഈ കഥയിലെ നായിക. അങ്ങനെ ഈ പയ്യനും ആ പെൺകുട്ടിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ഒരു കാർ ഇടിച്ച് ആക്സിഡൻ്റായിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ഓടിപ്പോകുന്നുണ്ട്, അവനെ രക്ഷിക്കുകയാണ്. അവന് വലിയ അപകടമൊന്നും പറ്റിയില്ലെങ്കിലും അവൻ്റെ കാലിൽ ഇഞ്ചറി പറ്റുന്നുണ്ട്. അങ്ങനെ അവന് ഫുട്ബോൾ കളിക്കാൻ പറ്റാതാവുന്നുണ്ട്. ആ ചാൻസ് ഇവന് കിട്ടുന്നുണ്ട്. ഇവൻ ഗെയിമിന് വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഫോക്സായ പെൺകുട്ടിയും ഈ മനുഷ്യനും തമ്മിലുള്ള ലവ് സ്റ്റോറി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, ഇവർ വീണ്ടും എങ്ങനെ കണ്ടുമുട്ടും, ഈ പെൺകുട്ടിക്ക് മനുഷ്യനായി മാറാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. താങ്ക് യു.